സുരേഷ് സർ, ഇസ്രയേലും ട്രംപും മുന്നോട്ട് വച്ച ചില സമാധാന ഉടമ്പടികളിൽ ചില ഉപാധികൾ ഹമാസ് അംഗീകരിക്കുകയാണ്. ഹോസ്റ്റേജസിനെ മുഴുവൻ വിട്ടു നൽകാം എന്നാണ് ഹമാസ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. ഹമാസിന്റെ ഈ ഒരു തീരുമാനം പലരെയും ഫ്രീ പലസ്തീൻ അല്ലെങ്കിൽ പലസ്തീൻ അനുകൂല സംഘടനകൾ എന്നൊക്കെ പറയുന്നവരെ ഞെട്ടിക്കുന്നതാണ്. ഹമാസ് അത്തരത്തിലൊരു തീരുമാനം എടുക്കുമെന്ന് ആരും കരുതുന്നില്ല. അപ്പോൾ ഹമാസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം ഇത് ഏത് രീതിയിലാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യത, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്? ഇന്ന് കാലത്താണ് ഈ ഒരു ഹമാസ് അംഗീകരിച്ചു എന്നുള്ളൊരു ന്യൂസ് വന്നത്. പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് അത് വൈറ്റ് ഹൗസിൽ അനൗൺസ് ചെയ്തത്. അതല്ലാണ്ട് ലീഡിങ് ഇന്റർനാഷണൽ എല്ലാ മീഡിയയും ഇന്ന് കാലത്ത് ഒരു 7-7:30 ഈ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിൽ ട്രംപ് കൊടുത്തിരുന്നൊരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. ഞായറാഴ്ച കാലത്താവുമ്പോഴേക്കും, ദാറ്റ് ഈസ് വാഷിങ്ടൺ ടൈം, ഹമാസ് ഈ 20-point പീസ് പ്ലാൻ അഗ്രി ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു നരകം തന്നെ അവർ കാണുന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ട്രംപിന്റെ ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഈ അറബ് നെഗോഷിയേറ്റേഴ്സ്, ഖത്താർ, സൗദി അറേബ്യയും ടർക്കിയും ഹമാസിന് മേലെ കുറെ പ്രഷർ ഇട്ടായിരുന്നു. ഹമാസിന് മനസ്സിലായി ഇനിയൊന്നും ബാക്കിയില്ല, ഈ ഉള്ള ബന്ദികളെ വിടണം, അത് കഴിഞ്ഞിട്ട് ഇല്ലാത്ത അവർ മരിച്ചിട്ട് അവിടെ ജീവിച്ചിരിക്കാത്തവരെയും അവരുടെ ബോഡീസ് റീപാട്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇതാണ് അംഗീകരിച്ചത് ട്രംപിന്റെ ഒരു പീസ് പ്ലാനിൽ. പക്ഷെ കണ്ടറിയേണ്ടത് ഇനി എവിടുന്നുള്ളത്, ട്രംപ് ഈ പറഞ്ഞ മാതിരി എന്ത് ചെയ്യും ഹമാസ് എവിടുന്ന്? ഹമാസ് ഇനി കീഴടങ്ങി അവർ ആയുധങ്ങൾ അവിടെ ഇട്ടിട്ട് അവർ തിരിച്ച് അവർക്കൊരു ഒരു കോറിഡോർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ. അവരിനി നാളെ ചിലപ്പോ ഈ പറഞ്ഞ മാതിരി ഖത്താറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുമെന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് കണ്ടറിയേണ്ടത്. ബിക്കോസ് ഇതൊരു വല്ലാത്തൊരു എന്താ പറയാ, ഒരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. ബിക്കോസ് ഹമാസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ കുറെ കാലമായിട്ട് അവർ ഈ പറഞ്ഞ മാതിരി കുറെ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് ടണലാവട്ടെ ബാക്കിയുള്ള സ്ഥലങ്ങളാവട്ടെ. പക്ഷെ ഈ പറഞ്ഞ മാതിരി അതൊരു കീഴടങ്ങി ഹമാസ് എവിടേക്ക് പോകുന്നുള്ളതാണ്. ബിക്കോസ് ഇവരെവിടെ പോയാലും നാളെ ഇസ്രായേൽ ഇവരെ വിടില്ല. ബിക്കോസ് ഇസ്രായേലിക്കാരെ കുറെ പേര് കൊന്നിട്ടുണ്ട്. സ്പെഷ്യലി ഹോസ്റ്റേജസ്, ഈ മരിച്ച ഹോസ്റ്റേജസിന്റെ ബോഡി കിട്ടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരെ പുറത്ത് കിട്ടുമ്പോഴായിരിക്കും ഇവരുടെ റോള്, ഈ ഹമാസിന്റെ ഓരോ ലീഡർമാരുടെ റോള് വരാം. ഹമാസിന്റെ ലീഡേഴ്സ് ഇല്ല ആക്ച്വലി, അവരെല്ലാ നേതാക്കളെയും കൊല്ലപ്പെട്ടു. ഇനിയുള്ളത് അവർക്ക് ഫുഡ് സോൾജേഴ്സ് എന്ന് പറയും, ദാറ്റ് ഗ്രൗണ്ട് ലെവൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ. ഇത് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പോകുന്നത് ഗാസയിലെ ഒരു റീകൺസ്ട്രക്ഷൻ പ്ലാൻ ആണ്. ഗാസയിലുള്ള ഇപ്പോൾ ഉള്ളൊരു ഗാസ തിരിച്ചു പണിയണമെങ്കിൽ ഒരു 10-15 കൊല്ലം എടുക്കും. അത് US പറയുകയാണെങ്കിൽ അതൊരു മെഡിറ്ററേനിയൻ റിസോർട്ടാക്കി മാറ്റാൻ പോവുകയാണെന്ന് അവർ പറയുന്നത്. പക്ഷെ അതല്ല വേണ്ടത്. അവിടെ ഒരു പാലസ്റ്റീനിയൻ അതോറിറ്റി എന്ന് പറഞ്ഞ പണ്ട് യാസിർ അറാഫാത്തിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് നടക്കുന്നത്. മഹമ്മൂദ് അബ്ബാസ് അങ്ങേരായിരുന്നു നടത്തിക്കൊണ്ട് പോയിരുന്നു. പക്ഷെ ഒരു ടോട്ടൽ ഫെയിലിയർ ആയിരുന്നു ആ അഡ്മിനിസ്ട്രേഷൻ. വെസ്റ്റ് ബംഗാൾ അവർക്ക് പിന്നെയും കുറച്ച് പിടിച്ചെടുക്കാൻ പറ്റി. പക്ഷെ ഗാസ കംപ്ലീറ്റ് ആയിട്ട് ഹമാസ് പിടിച്ചെടുത്തു. അതാണ് നടന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലെ മൗദൂദി ചാനലുകൾക്ക് ഇപ്പൊ എന്ത് പറ്റുന്ന നമുക്കറിയില്ല. അവരെല്ലാം എത്ര ദിവസം പറഞ്ഞ ഹമാസ് കീഴടങ്ങില്ല, ഹമാസ് ആണ് വലുത്, ഹമാസ് ആണ്. ഇപ്പോ ഹമാസ് പോയി ഹമാസും പണി നോക്കി. ഇപ്പൊ അൽ ജസീറ മോൽക്ക് അതിനെപ്പറ്റി മിണ്ടുന്നില്ല, അവരും കീഴടങ്ങി എന്നാണ് ഇവൻ അൽ ജസീറ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലെ ജിഹാദി മാധ്യമങ്ങൾ കുറെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നതാണ്. ഇന്നത്തെ രാത്രിയിലത്തെ ചർച്ച എന്തായിരിക്കും? ഹമാസ് കീഴടങ്ങിയോ, ട്രംപ് കീഴടങ്ങിയോ, നെതന്യാഹു കീഴടങ്ങിയോ ആയിരിക്കും ഡിബേറ്റ്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് നീതു, ഒരു സമാധാന ചർച്ച എന്ന് പറയുന്ന ചർച്ച ഉണ്ടാവും. ഇനി എന്തായാലും ആദ്യം ഒക്ടോബർ 7-ാം തീയതി 2 കൊല്ലം കഴിയും ഈ ഇസ്രായേലിന് മേലെ ഹമാസ് നടത്തിയ ഒരു അറ്റാക്ക്. ഓർമ്മയുണ്ടാവും. 1200 പേരെ കൊല്ലുകയും ചെയ്തു. 1000 പേരെക്കാൾ കൂടുതൽ അവർ പിടിച്ചുകൊണ്ട് ഗാസയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിൽ കുറെ പേരെ വിട്ടു, കുറെ പേര് മരിച്ചു. പിന്നെ നടന്ന ബോംബിംഗ് ഒക്കെ നമുക്കറിയാം. അവിടെ കംപ്ലീറ്റ് യാഹ്യ സിൻവാർ ആയാലും ബാക്കിയവരെ കംപ്ലീറ്റ് ഹമാസിന്റെ നേതാക്കളെ അവര് ഗാസയിൽ മാത്രമല്ല ഇറാനിലും പോയി അവർ അടിച്ച് അവരെ കൊല്ലുകയും ചെയ്തു. ഇപ്പൊ അടുത്ത് ഖത്താറിലും അവരതിന് ഇസ്രായേൽ ഒരു ബോംബിംഗ് ക്യാമ്പയിൻ നടത്തി. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയൊരു പൊളിറ്റിക്കൽ വിക്ടറി ആയിട്ട് മാറും. ബിക്കോസ് ഇസ്രായേലിൽ എപ്പോഴും ഒരു പാർട്ടിക്ക് ഒരു മെജോറിറ്റി കിട്ടില്ല. ഒരു പാർട്ടിക്ക് മെജോറിറ്റി വളരെ കുറവാണ്. അവിടെ എപ്പോഴും കോയിലിഷൻ ഗവൺമെന്റ് ആണ് നടക്കുക കൂടുതൽ. അപ്പൊ ഈ ഒരു ഇതില് ബെഞ്ചമിൻ നെതന്യാഹുവിന് വരാൻ പോകുന്ന ഇലക്ഷൻ പോസിബിളി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഇലക്ഷന് വേണ്ടി തയ്യാറാവുന്നതാണ് എനിക്ക് തോന്നുന്നത്.
അതാണെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരം കിട്ടും. ഈ പറഞ്ഞ മാതിരി ഹമാസിനെ എത്ര കൊല്ലായിട്ട് 10-20 കൊല്ലായിട്ട് ഹമാസിനെ കീഴടക്കാൻ നോക്കിയ ഓരോരോ ഇസ്രായേലി പ്രധാനമന്ത്രിമാർക്ക് പറ്റാത്ത കാര്യം നെറ്റന്യാഹു ചെയ്തു വെച്ചു. ഇതിൽ പ്രസിഡന്റ് ട്രംപിന് വലിയൊരു റോൾ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രസിഡന്റ് ട്രംപിന് അഫ്കോഴ്സ് ഒരു നോബൽ പീസ് പ്രൈസ് വേണമെന്നാണ് അദ്ദേഹത്തിന്. ഇപ്പൊ അത് കിട്ടാനൊരു ചെറിയൊരു ചാൻസ് ഉണ്ട്, ബിക്കോസ് റഷ്യ യുക്രൈൻ എവിടെയും പോയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ ഒരു ഇസ്രായേൽ ഗാസ ഈ ഒരു ഹമാസ് ഈ ഒരു പോരാട്ടത്തിന്റെ ഒരു എന്താ പറയുക എൻഡിലേക്ക് എത്തി എന്ന് പറയാം, എൻഡ് ഗെയിം ആയി എന്ന് പറയാം. പക്ഷെ ഈ പറഞ്ഞ ഒരു ബന്ദികളെ വിട്ടാലും ഹമാസ് അവിടുന്ന് മാറണം എന്നാണ് ഏറ്റവും വലിയൊരു കണ്ടീഷൻ. പക്ഷെ അവര് ഈ പറഞ്ഞ മാതിരി എങ്ങോട്ട് പോകുന്നുള്ളതാണ്. അവർക്ക് ഈ ആയുധം വിട്ടിട്ടുള്ള കളി അറിഞ്ഞുകൂടാ. അവർക്ക് അതേ അറിയുള്ളൂ. ചെറുപ്പം തൊട്ട് തന്നെ അവര് ഇതേമാതിരി ആയുധങ്ങളെടുത്ത് ഈ ആൾക്കാരെ കൊല്ലുക എന്നാണ് അവരുടെ പരിപാടി. പക്ഷെ ഇനി അത് ഒരു പാലസ്റ്റീനിയൻ അതോറിറ്റിയുടെ കയ്യിൽ വരുമ്പോൾ ഒരു UN പീസ് കീപ്പിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഒരു ഗാസയിലേക്ക് വരാനാണ് ചാൻസ്. പിന്നെ ഗാസയുടെ വലിയൊരു റീകൺസ്ട്രക്ഷൻ പ്ലാൻ ഉണ്ടാവും. അതിന് ഉള്ള കാശ് സൗദി അറേബ്യയും ഖത്താറും ഇറക്കും എന്തായാലും, അതിന് സംശയമില്ല. ഗാസയിലൊരു ഈ പറഞ്ഞ മാതിരി അതൊരു ആദ്യത്തെ ഒരു 2 കൊല്ലം, പിന്നെ 4 കൊല്ലം, പിന്നെ ഒരു 10 കൊല്ലത്തെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഗാസ കംപ്ലീറ്റ് ആയിട്ട് റീബിൽഡ് ചെയ്യേണ്ടി വരും. ഹമാസിന്റെ മാതിരി വേറെ ഏതെങ്കിലും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ തിരിച്ചു വരാണ്ടിരിക്കാനുള്ള പരിപാടി നോക്കും. അത് നടക്കാൻ പോകുന്നുണ്ട് എന്തായാലും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലെ മൗദൂദി ചാനലുകളിൽ അല്ലെങ്കിൽ അടുത്തൊരു ഉർസിന് കുറെ കൂടി ആനകളെ കൊണ്ടുവരേണ്ടി വരും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവർ 3-4 പോസ്റ്ററാണ് പിടിച്ചത്. ഈ പ്രാവശ്യം ഇനി ചിലപ്പോൾ 12 പോസ്റ്ററൊക്കെ പിടിക്കേണ്ടി വരും. ഇവർക്ക് ആനകളെ കൂട്ടേണ്ടി വരും. പാലക്കാട് ഏതൊരു മസ്ജിദിലായിരുന്നല്ലോ ഈ ഉർസ് നടന്നത്. അപ്പൊ ഇനി അവിടെ ഒരു ആനകളുടെ കൂട്ടം കൂട്ടേണ്ടി വരും. ആറാട്ടുപുഴ പൂരന്മാരി കുറച്ചും കൂടി ആനകൾ വേണ്ട വരും ഇവർക്ക്. പക്ഷെ ഈ ഒരു ഗാസയിൽ നടന്ന ഒരു യുദ്ധവിരാമം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഓൾമോസ്റ്റ് ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള ഈ കോൺഫ്ലിക്ട്സിൽ അറബ് റീജിയനിൽ നോക്കുകയാണെങ്കിൽ സമാധാനമുള്ളത് സിറിയയിലും ലെബനനാണ് അടുത്ത് വരാൻ പോകുന്നത്. ലെബനനിലുള്ള ഹെസ്ബുള്ള അവര് ഇനി ഇസ്രായേൽ തീർക്കും. ഓൾറെഡി അവരുടെ പവർ വളരെ കുറഞ്ഞു. അവർ നസ്രല്ലയും ബാക്കിയുള്ളവരൊക്കെ തട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാണ്ടായി. ഇത് കഴിഞ്ഞ് US-ഉം ഇസ്രായേലും കൂടി അടിക്കാൻ പോകുന്ന ഹൂത്തികളാണ്. അത് പിന്നെ സൗദി അറേബ്യയുടെ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് സൗദി അറേബ്യയും ഹൂത്തികളും കൂടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ നടക്കുന്നത്. സൗദി അറേബ്യ അതിനുള്ള കാശിറക്കുകയും ചെയ്യും, ഹൂത്തികളെ തിരിച്ചു. അങ്ങനെയാണെങ്കിൽ ലെബനൻ, ഹൂത്തീസ്, ഈ കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തത് ഏറ്റവും വലിയത് അവരുടെ ഗ്രാൻഡ് ഡാഡി എന്ന് പറയുന്നത് അത് ഇറാനാണ്. ഇറാൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കോർണറായി പോകും ഇത് കഴിയുമ്പോൾ. ഇറാന്റെ ഒരു പ്രോക്സി വാർ ആയിരുന്നു ഇതുവരെ നടന്നത്. ഇറാന്റെ ഒരു എന്താ പറയുക കാശ് കൊടുത്ത് ആയുധങ്ങൾ കൊടുത്ത് നടത്തിയ യുദ്ധമായിരുന്നു ഹൂത്തികളും ലെബനീസ് ആർമിയും ഈ പറഞ്ഞ മാതിരി ഗാസയിലെ ഹമാസ്. അപ്പോൾ ഇവർ 3 പേരും പോയി, അറ്റ്ലീസ്റ്റ് 2.5 പേര് പോയി. ഇനി ബാക്കിയുള്ളത് ഹൂത്തികൾ മാത്രമേ ഉള്ളൂ. അവരെയും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഡിസംബർ ജാനുവരി ആകുമ്പോഴേക്കും ഇസ്രായേലും US-ഉം കൂടി യമനിൽ വലിയൊരു എന്താ പറയുക യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ബോംബിംഗ് ക്യാമ്പയിൻ നടത്തുന്നതാണ് എൻ്റെ ഒരു കണക്ക്. അത് വെച്ചിട്ട് ഇറാനെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കാനുള്ള പരിപാടിയാണ്. ഇറാനിൽ എനിക്ക് തോന്നുന്ന ഒരു റെജീം ചേഞ്ച് വരും. ഇത് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ട മാതിരിയോ അല്ലെങ്കിൽ നേപ്പാളിൽ കണ്ട മാതിരിയോ അല്ല, കുറച്ചുകൂടി വയലന്റ് ആയിട്ടുള്ള നമ്മൾ ലിബിയയിൽ കണ്ട മാതിരി അല്ലെങ്കിൽ ഈവൻ സിറിയയിൽ കണ്ട മാതിരി ഒരു മാറ്റം ഇറാനിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വെസ്റ്റ് ഏഷ്യയിലെ കംപ്ലീറ്റ് ഈ പറഞ്ഞ മാതിരി ഒരു പിക്ചർ മാറാൻ പോകുന്നു. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ എന്ത് നടക്കും നമ്മൾ കണ്ടറിയണം. പക്ഷെ ഈ ബ്രേക്കിംഗ് ന്യൂസ് നമ്മുടെ നാട്ടിലെ കുറെ ടെലിവിഷൻ ചാനലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും വല്ലാത്ത വിഷമം ഉണ്ടാക്കും. ഇത് അവർ വിചാരിച്ച പരിപാടിയൊന്നും നടന്നില്ല. അതുമല്ല, അവർക്കുള്ള പരിപാടിയെല്ലാം അവരുടെ കയ്യിൽ തട്ടിപ്പോവുകയും ചെയ്തു. ഇനി ഹമാസ് ഇല്ല, നസ്രല്ല ഇല്ല, യാഹ്യ സിൻവാർ ഇല്ല, ആരുമില്ല, എല്ലാവരും പോയി. ഇനി എവിടുന്ന് വരാൻ പോകുന്നത് US നടത്താൻ പോകുന്ന, ഇസ്രായേൽ നടത്താൻ പോകുന്നു. ഇസ്രായേൽ ഒരു സെക്യൂരിറ്റി ബാരിയർ വെക്കാൻ പോകുന്നു. അത് ഗാസയും ഇസ്രായേലും തമ്മിൽ ഒരു സെക്യൂരിറ്റി ബാരിയർ എന്നാൽ അടുത്തൊരു 5-10 കിലോമീറ്ററിന്റെ ഒരു ബോർഡർ അവർ കണ്ടിന്യൂസ് ആയിട്ട് ബിൽഡ് ചെയ്യും. നാളെ ഇവര് ഒക്ടോബർ 7 2023 നടത്തി അതേമാതിരി ഒരു അറ്റാക്ക് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡർ പണിയും അവര്. അത് ഈജിപ്തിന്റെ സൈഡിലേക്കും പണിയാൻ പോകുന്നുണ്ട്. ഈജിപ്തിന്റെ റോളാണ് ഇതിൽ ഏറ്റവും സസ്പീഷ്യസ്. ഈജിപ്താണ് ഈ ഹമാസിന് ആയുധങ്ങൾ എത്തിക്കാനുള്ള ഒരു വഴിയായിരുന്നത്. ഈജിപ്തിന്റെ റോള് ഈ പറഞ്ഞ മാതിരി ഇനി ഈജിപ്ത് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പണ്ട് 67 നടന്ന യുദ്ധം ഈജിപ്തിന് പിന്നെ ഓർമ്മിക്കും. അന്ന് അൻവർ സദാത്തും ഇവരൊക്കെയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഹൂത്തികളെ ആയിരിക്കും അടുത്ത ടാർഗറ്റ്. പക്ഷെ ഗാസ തിരിച്ചു പണിയാൻ
വലിയൊരു എഫേർട്ട് വേണ്ട വരും. പക്ഷെ ഹമാസ് എവിടെ പോകുന്നതാണ് ഏറ്റവും വലുത്. ബിക്കോസ് ഹമാസിനെ ഖത്താർ എടുക്കുകയാണെങ്കിൽ അവിടെ പോയി പിന്നെ ആയുധങ്ങൾ എടുത്ത് ഇവർ വേറെ വല്ല കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്നെയും തിരിച്ചടിക്കും. അതാണ് ഉണ്ടാവാൻ പോകുന്ന രീതി. യെസ്, അതാണ്. എന്തായാലും ഹമാസ് ഈ ട്രംപിന്റെ പദ്ധതികൾ ഉടമ്പടി അംഗീകരിക്കുകയാണ്. മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാം എന്നാണ് ഹമാസ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. സുരേഷ് സാർ പറഞ്ഞതുപോലെ തന്നെ ഖത്തറും മറ്റെല്ലാ ലോകരാജ്യങ്ങളുടെയും ഒരു സമ്മർദ്ദം ഹമാസിന് മേൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഖത്തറിനേറ്റ തിരിച്ചടിയോടുകൂടിയാണ് ഖത്തർ വിഷയത്തിൽ കൂടുതൽ ഇടപെട്ടത്. അതിനുശേഷമാണ് ട്രംപും ഖത്തറും തമ്മിൽ ഒരു ചർച്ച നടന്നത്. അതിനുശേഷം നെതന്യാഹുവും ഖത്തറും തമ്മിൽ ഒരു ചർച്ച നടന്നു. ശേഷം ഇതാ ഏറ്റവും ഒടുവിൽ ഹമാസ് കൂടി കീഴടങ്ങുന്ന ഒരു സാഹചര്യം വ്യക്തമാണ്. താങ്ക് യു സുരേഷ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.